നേപ്പാളിലേക്ക് ഞങ്ങളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പം ഡൽഹിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി എയർപോർട്ടിൽ ഇനി ചുറ്റിക്കറങ്ങി നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ പണി. ബസ്സൊക്കെ ഉണ്ട്. നമുക്ക് പോകേണ്ടത് T3 ആണ് ഇൻ്റർനാഷണൽ ടെർമിനൽ. അവിടെ നിന്നാണ് നേപ്പാളിലേക്ക് നമുക്കിനിയും പോകേണ്ടത്. T3യിലേക്കുള്ള ബസ്സിൻ്റെ ഷട്ടിലാണത്. അങ്ങനെ നമ്മൾ T1 ടെർമിനലിൽ നിന്ന് T3യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷട്ടിൽ ബസ്സാണ്. ഡൽഹി വെച്ച് നാളെ രാവിലെ നമ്മൾ നേപ്പാൾ പറഞ്ഞോ മാഡം. അങ്ങനെ ഞങ്ങൾ T3 ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ അറൈവലിലാണ് എത്തിയത്. കാഠ്മണ്ഡുവിലേക്ക് 7 മണിക്കാണ് ഞങ്ങൾ ഫ്ലൈറ്റ്. 7 മണിക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 3 മണിക്കൂർ മുമ്പേ നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഹ്യൂജ് എയർപോർട്ടാണ്. ഈ എയർപോർട്ട് കറങ്ങി എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറേ കാണാനുണ്ട്. ഡിപ്പാർച്ചറാണ് തോന്നുന്നത്. അറൈവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഡിപ്പാർച്ചറിലോട്ട് പോകണം. നമ്മളെങ്ങനെ ടൈം ഇങ്ങനെ കളയാന്ന് നോക്കിയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫ്ലൈറ്റേ കിട്ടിയുള്ളൂ നമുക്ക്, അല്ലേ? വേറൊരു സ്കെഡ്യൂൾ കിട്ടിയില്ല. അപ്പോൾ അത് ഇതനുസരിച്ചാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഒറ്റ മനുഷ്യരില്ലാതെ ആരെയും തന്നെത്താൻ വരുന്നു, അവർ തന്നെ ടാക്സി പിടിച്ചു പോകുന്നു. ഇപ്പം തിരിച്ച് പഴയ പോലെ തന്നെയായി. കുറച്ച് ഒരു ബൈറ്റ് ഫുൾ ഓർഗാനോ ഇട്ടിട്ടെ. ഓർഗാനോ എന്നല്ല പറയാ, ഓർഗാനോ. അതന്നെ. അപ്പം നമുക്കൊരു പീസയുടെ ടേസ്റ്റ് വരുന്നുണ്ട്. കോവിഡൊക്കെ കഴിഞ്ഞു, നമ്മുടെ ജോലികളൊക്കെ വർദ്ധിച്ചു, സ്ട്രെസ്സ് വർദ്ധിച്ചു. അപ്പം കുറച്ച് യാത്രയൊക്കെ ആകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേപ്പാളിലേക്ക് നാളെ 7 മണിക്ക് ഞങ്ങളവിടെ, അല്ല 8 മണിക്ക് ഇവിടെ എത്തുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഡൽഹി എയർപോർട്ട്. ഇനിയും സമയമുണ്ട് ഇഷ്ടംപോലെ. ഇനിയും ചുറ്റിക്കറങ്ങി കണ്ടുപിടിച്ച് ചെല്ലണം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടിലാണ് നമ്മളിവിടെ ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 4-5 മണിക്കൂർ നേരത്തെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാരണം ഇതെല്ലാം കാണാമല്ലോ. അതെ എന്ന് നമുക്ക് പറയാം. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ. ഇപ്പോഴേ ഇതൊക്കെ തുടങ്ങിയാലേ നമ്മൾ ഒരു ആ സമയമാകുമ്പോൾ എത്തത്തുള്ളൂ. നമുക്ക് ക്യൂ എന്തുവാണ്. നമ്മുടെ കൊപ്ര ഇതാണ്. ഇത് മലയാളികളെ ഉദ്ദേശിച്ച് മാത്രമാണ്. കൊപ്ര നമ്മളെ ഉദ്ദേശിച്ച് മാത്രമാണ്. കുറേ പേര് ചിരട്ടയും കൊപ്രയും കൊണ്ടൊക്കെ ഫ്ലൈറ്റിൽ കയറി. 3:30 മണിയായിട്ടുണ്ട് ഏകദേശം. ഇനിയും ഏകദേശം 4 മണിക്കൂറുണ്ടല്ലേ. ഇപ്പം ഇവിടെ ഭയങ്കര ക്രിസ്മസിൻ്റെ ഭയങ്കര ഡെക്കറേഷനും നല്ല കാണിച്ചു തരാം. അല്ലെങ്കിൽ ക്രിസ്മസ് ടൈമിൽ പോവാന്ന് പറയുന്നത് ഭയങ്കര ലൈവാണ്. വിൻ്റർ സമയത്ത് പോകേണ്ട ഒരു സ്ഥലമാണ് നേപ്പാള്. തണുത്ത് വിറച്ച് നല്ല തണുപ്പാണ് ഇവിടെ. സോ കുറേ വിൻ്റർ ക്ലോത്തിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. അറിയാം എന്തൊക്കെയാണ് ട്രക്കിങ് ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ ചെന്നെങ്കിലും അറിയാനുള്ളത് എന്തുവാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരാൾക്ക് 10,000 രൂപീസാണ് പറഞ്ഞത്. ആണോ? നമ്മൾ പോകുന്നുണ്ടോ? ഇല്ല, നമുക്ക് തന്നെ എക്സ്പീഡിയയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് തന്നെ, നമ്മളങ്ങനല്ലേ പോയിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പം പാക്കേജ് എടുത്തില്ലേ, എന്ത് ചെയ്യും? ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർഫുൾ പലതരം ലിക്വർ ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഡ്യൂട്ടി പെയ്ഡ് എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടെയും ഉണ്ട്. ഇനി എങ്ങോട്ടാ? ഇനി നമ്മൾ കാഠ്മണ്ഡുവിലേക്ക്. എക്സൈറ്റഡ്? ഫീലിംഗ് എക്സൈറ്റഡ്? Yeah, I'm excited. ഗുച്ചിയുടെ ഗിൽറ്റി. Yeah, it's nice. സാൻഡിയുടെ വലിയൊരു ഹോബിയാണ്. അതായത് ഏതെങ്കിലും ഫ്ലൈറ്റ് കയറാൻ നേരത്ത് ഈ പെർഫ്യൂം ഷോപ്പിലൊക്കെ വന്നിങ്ങനെ ഉള്ള പെർഫ്യൂംസ് എല്ലാം അടിച്ചിട്ട് മേടിക്കാതെ പോവുക. നല്ലതല്ല. നമുക്ക് ശരിക്കും ഏറ്റവും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഡ്യൂട്ടി പെയ്ഡ് ഇവിടെ മാത്രമേ ഉള്ളൂ. മറ്റേ കൊണ്ട് ഒരു ചോക്ലേറ്റ് പോലും എടുക്കാൻ സമ്മതിക്കത്തില്ല.
അപ്പം പറയും നീ നേപ്പാളിൽ പോയി, കാരണം പുതിയൊരു രാജ്യത്ത് പോവാണല്ലോ, അപ്പം അവിടെ ആകുമ്പോൾ നമുക്ക് അവിടുത്തെ സാധനം വാങ്ങിക്കാമല്ലോ എന്ന്. അവിടെ ചെല്ലുമ്പോൾ പറയും ഇതൊക്കെ ഇന്ത്യയിൽ കിട്ടുന്നതല്ലേ, അതുകൊണ്ട് അതെന്താ വാങ്ങിക്കുന്നത്, ഇന്ത്യയിൽ നമുക്ക് പോകുമ്പോൾ വാങ്ങിക്കാന്ന് പറയും. എനിക്ക് തോന്നുന്നു മിക്ക അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു കുടുംബത്തിലെ സാമ്പത്തിക മാന്ദ്യം നമ്മൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ്. ഗാഡ്ജറ്റ്സ് ഒക്കെ വാങ്ങിച്ചു കാശ് മൊത്തം കളയുകയും ചെയ്യാം. നമ്മളൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു ഗാഡ്ജറ്റ്സ് മേടിക്കുന്നതിന് ആവശ്യത്തിനാ മേടിക്കുന്നല്ലേ. നിനക്ക് മേടിച്ചല്ലോ ഐഫോൺ, എന്തിനാ? എന്നിട്ടൊരു 100 തവണ എന്റെ ഐഫോൺ നീ എന്തിനാ പിന്നല്ലാതെ നല്ല ക്യാമറ ഉള്ള ഫോൺ മേടിച്ചിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാത്തൊരു ലേഡിയെ ഞാൻ ആദ്യമായിട്ടാണ്. ഓക്കെ, നമ്മൾ ബാംഗ്ലൂരിൽ ചേർന്ന് കുറച്ചുകൂടെ നല്ലതാണ് എനിക്ക് തോന്നാൻ. കുറച്ചുകൂടെ ഡിഷസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പുറത്തൊക്കെ പോയി വലിയ സംഭവം ഇത്രേ ഉള്ളൂ, കാണാൻ വലിയ സംഭവം തോന്നുന്നു, പക്ഷേ സത്യം നോക്കില്ല. ഇരിക്കാൻ ഒത്തിരി സ്ഥലമുണ്ട്, അത്രേ ഉള്ളൂ. അങ്ങനെ കാഠ്മണ്ഡു ഫ്ലൈറ്റിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഇതാണ് ക്ലൈമറ്റ്. ഞങ്ങൾ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. ഇനിയും വണ്ടി എടുക്കാറായി. ഇനിയും എത്ര മണിയാണ്? ഏകദേശം 1 മണിക്കൂർ യാത്ര ഉണ്ട്. 1 മണിക്കൂറിനകത്ത് നമ്മൾ കാഠ്മണ്ഡു അവിടെ നമ്മൾ ഏജൻസിക്കാർ വന്ന് നമ്മളെ പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധയുടെ ജന്മസ്ഥലമായ നേപ്പാൾ കാഠ്മണ്ഡു ത്രിഭുവൻ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി നല്ല ആദ്യം തന്നെ നമുക്ക് കാണിക്കുന്നുണ്ട് നേപ്പാൾ പ്ലേസ് ഓഫ് ലോർഡ്. ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. വളരെ സ്മൂത്തായിട്ടായിരുന്നു, വളരെ ഈസി ആയിരുന്നു. ജസ്റ്റ് ഇന്ത്യൻ പാസ്പോർട്ടും നമ്മുടെ ID കാർഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് വോട്ടർ ID കാർഡ്. എന്തായാലും നിങ്ങൾ വോട്ടർ ID കാർഡ് വെച്ച് എന്തെങ്കിലും സംശയങ്ങൾ തോന്നി കഴിഞ്ഞാൽ അവർ രണ്ടാമത് ഒന്നുകൂടെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ലഗേജുമായിട്ട്. ഇനി ഇന്നത്തെ ദിവസം മൊത്തം കാഠ്മണ്ഡു സൈറ്റ് സീയിങ് ആണ്. പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണം, ഒന്ന് ഫ്രഷപ്പ് ആകണം. നമ്മുടെ ഹോട്ടലിൽ എങ്ങനെയുണ്ട് ചെക്ക് ഇൻ പരിപാടികളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വിൽ ബി സീയിങ് കാഠ്മണ്ഡു. എനർജി പറ കാഠ്മണ്ഡു. വെൽ സെറ്റായിട്ട് നേപ്പാളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല ഉഗ്രം തണുപ്പാണ്. കൈയും കാലും എനിക്ക് കൈയും കാലും ഞാൻ ജാക്കറ്റ് എടുത്തില്ല, കാരണം എൻ്റെ വിൻ്റർ ക്ലോസ് ആയത് തന്നെ കൊണ്ട് കൂടുതലായിട്ട് എനിക്ക് ഈ ജാക്കറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. എൻ്റെ ബോഡി പെട്ടെന്ന് ഹീറ്റാകും. സാൻഡിൽ നിന്ന് എല്ലാവരും പപ്പയും അമ്മയും എല്ലാവരും ജാക്കറ്റിലാണ്. പക്ഷെ കൈ നല്ലയിടത്താണ്, എൻ്റെ കൈ നല്ലയിടത്താണ്. അങ്ങനെ നേപ്പാളിലെ കുഗ്രാമങ്ങളിലൂടെ ഉള്ള യാത്രയാണ്. സാൻഡി എങ്ങനെയുണ്ട്? ഇത് മുംബൈ തെരുവ് പോലെയൊക്കെ ഇരിക്കുന്നു കണ്ടിട്ട്, അല്ലേ സാൻഡി? മുംബൈയിലെ തെരുവുകൾ പോലെയൊക്കെ ഇരിക്കുന്നു കണ്ടിട്ട്. ധാരാവി
നമ്മൾ വന്ന സ്ഥലം ഇനി ധാരാവിയിലാണോ?